സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഇവിടെ 2 തിയേറ്റർ ഉണ്ടായിരുന്നു, അറിയാമല്ലോ. മോഡേൺ, ഗൗരി, അത് പിന്നെ ഫാനായി. ഇപ്പോൾ 2 സ്ഥലത്ത്, അതായത് ഒരു 300 മീറ്ററിനിടയിൽ 5 ഗംഭീര തിയേറ്ററാണ് വന്നിരിക്കുന്നത്. വിജി അഞ്ചാനിയുടെ തിയേറ്റർ ഇവിടെ വന്നു, ഇപ്പോൾ ലിറ്റിൽ സ്റ്റീഫന്റെ തിയേറ്ററിൽ ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ചലച്ചിത്ര പ്രേമി എന്നുള്ള ഇതിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാവുന്ന വലിയ കാര്യമാണ്. ഇപ്പൊ ഇവിടെ ഈ എനിക്ക് തോന്നുന്നു വിജിമോൻ, ഇപ്പൊ അപ്പുറത്ത് അഞ്ചാനിയുണ്ട്, ഇപ്പുറത്ത് മാജി ഫ്രണ്ട്സ് ഉണ്ട്. ഇവർ രണ്ടുപേരും ആർച്ചറും സഞ്ജു സാംസണും പോലെ ആകരുത്. ഇവര് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും പോലെ ആവണം. അഞ്ചാനി അവിടെ 6 അടിക്കുമ്പോൾ സഞ്ജു ഇവിടെ 6 അടിക്കണം. അങ്ങനെ 6ഉം 4ഉം അടിക്കാൻ ഇവർക്ക് സാഹചര്യം ഒരുക്കേണ്ടത് നിങ്ങളാണ്. ഇനി ഒരുപാട് പടങ്ങൾ വരാനുണ്ട്. ദൃശ്യം 3 വരാനിരിക്കുന്നു, ആട് വരാനിരിക്കുന്നു, അതുപോലെ തന്നെ ഒറ്റക്കൊമ്പ് വരാനിരിക്കുന്നു, പതിച്ചട്ടമ്പി വരാനിരിക്കുന്നു, ഡർബി വരാനിരിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായിട്ട് ഞാൻ പറയുന്നു 2027 CD മുതൽ വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു ഓപ്പണിംഗ് ഷോ CD മൂസ് അവിടെ വന്നിരുന്ന് കാണുമെന്ന് പറഞ്ഞു. 2ാമത്തെ ഷോ ഇവിടെ വന്നിരുന്നു. അപ്പം നല്ല സന്തോഷമുണ്ട്. സിനിമ വളരട്ടെ, ഇൻഡസ്ട്രി വലുതാവട്ടെ, നല്ല സിനിമകൾ കാണാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. അവിടെ ഒറ്റവെക്കാതിരുന്ന നല്ലതായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഇവിടെ 2 തിയേറ്റർ ഉണ്ടായിരുന്നു, അറിയാമല്ലോ. മോഡേൺ, ഗൗരി, അത് പിന്നെ ഫാനായി. ഇപ്പോൾ 2 സ്ഥലത്ത്, അതായത് ഒരു 300 മീറ്ററിനിടയിൽ 5 ഗംഭീര തിയേറ്ററാണ് വന്നിരിക്കുന്നത്. വിജി അഞ്ചാനിയുടെ തിയേറ്റർ ഇവിടെ വന്നു, ഇപ്പോൾ ലിറ്റിൽ സ്റ്റീഫന്റെ തിയേറ്ററിൽ ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ചലച്ചിത്ര പ്രേമി എന്നുള്ള ഇതിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാവുന്ന വലിയ കാര്യമാണ്. ഇപ്പൊ ഇവിടെ ഈ എനിക്ക് തോന്നുന്നു വിജിമോൻ, ഇപ്പൊ അപ്പുറത്ത് അഞ്ചാനിയുണ്ട്, ഇപ്പുറത്ത് മാജി ഫ്രണ്ട്സ് ഉണ്ട്. ഇവർ 2 പേരും